കുരുക്കിൽ നിന്ന് അഴിയാക്കുരുക്കിലേക്ക് അകപ്പെട്ട് ചാലോട് ടൗണിലെ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചതോടെയുമാണ് കുരുക്ക് അഴിയാക്കുരുക്കായി മാറിയത്. സിഗ്നൽ ലൈറ്റ് അമ്പേ പരാജയമെന്ന് വ്യാപാരികളും ജനങ്ങളും പറയുന്നു. കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കീഴല്ലൂർ പഞ്ചായത്തിലെ പ്രധാന ടൗണാണ് മട്ടന്നൂർ കണ്ണൂർ റോഡിലെ ചാലോട്. ആദ്യം നഗരം ഉൾപ്പെടുന്ന ചാലോട് ജംഗ്ഷനിൽ ചെറിയ ഗതാഗത കുരുക്കുകളും വാഹന അപകടങ്ങളും ഉണ്ടായിരുന്നു. ഏറെക്കാലം പ്രശ്ന പരിഹാരത്തിനു വേണ്ടി ശ്രമിച്ച ശേഷം അടുത്ത കാലത്താണ് ഇവിടെ സിഗ്നൽ സംവിധാനം ആരംഭിച്ചത്. ഇതിപ്പോൾ കൂനിന്മേൽ കുരു എന്ന പോലെ നഗരത്തെ കൂടുതൽ കുരുക്കി ഗതാഗതം തടസ്സപ്പെടുകയാണ്. സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ 4 റോഡിലും വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടാവുന്നത്. മിക്കപ്പോഴും റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. സിഗ്നൽ ലൈറ്റിൽ സ്റ്റോപ്പിംഗ് ടൈം കൂടുതലും റണ്ണിംഗ് ടൈം കുറവുമായതിനാൽ കുരുക്കിൽപ്പെട്ട വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ സമയമെടുക്കുന്ന അവസ്ഥയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടനം ആരംഭിച്ചതോടെ ഇതുവഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്നവരെയും വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ബാധിക്കുന്നുണ്ട്. ചാലോടിനെ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് തള്ളിവിടുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് പ്രസിഡന്റ് സനീഷ് പറഞ്ഞു. ചാലോട് ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം വന്നതോടുകൂടി കുരുക്ക് ഊരാക്കുരുക്കായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം സിഗ്നൽ വരുന്നതിന് മുന്നേ വല്ലപ്പോഴും ഉണ്ടായിരുന്ന ഗതാഗത കുരുക്ക് ഇപ്പോൾ മിക്ക സമയങ്ങളിലും കുരുക്കായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. സ്റ്റോപ്പിംഗ് ടൈം 1.5 മിനിറ്റിലേറെയും റണ്ണിങ് ടൈം വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 റോഡുകളിലും വാഹനങ്ങളിങ്ങനെ നീണ്ട നിരയായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇരിക്കൂർ റോഡിൽ ബമ്പുള്ളത് കൊണ്ട് തന്നെ ആ ബമ്പ് കടന്നു വരണമെങ്കിൽ തന്നെ ഒരു 7 സെക്കൻഡ് എടുക്കും. അപ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ കുറച്ച് വാഹനങ്ങൾ മാത്രം കടന്നു പോകുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ നീണ്ട നിര മിക്ക സമയങ്ങളിലും 4 റോഡുകളിലായിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കുകയും കൈവേലികൾ കെട്ടുകയും ചെയ്തപ്പോൾ റോഡിൻ്റെ വീതി കുറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ വീതി കുറഞ്ഞതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. സെക്കൻഡിൽ പോലും ഈ ഓപ്പൺ ടൈമിൽ വാഹനങ്ങൾ ഒന്നിച്ചു തന്നെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴും തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവുകയും അതുകൊണ്ടുണ്ടാകുന്ന വാക്കുതർക്കങ്ങളൊക്കെ മുഖ്യ കാഴ്ചയായി മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാത്രി കാലങ്ങളിൽ മാത്രം സിഗ്നൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പകൽ സമയങ്ങളിൽ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാവും. സിഗ്നൽ വന്നതോടെ വ്യാപാരികൾക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ടൗണിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതും വാഹനം നിർത്തി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കാത്തതും ജംഗ്ഷനിലെ കച്ചവടക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണെന്നും അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണെന്നും വ്യാപാരികൾ പറയുന്നു. സിഗ്നൽ സംവിധാനം പരാജയമാണെന്നും അധികൃതർ ഇക്കാര്യത്തിൽ വേണ്ട പുനഃപരിശോധന നടത്തണമെന്നുമാണ് ജനങ്ങളും വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.